അഡോബി ഇല്ലസ്ട്രേറ്റർ ക്വിക്ക് ട്രിക്ക് സീരീസിലേക്ക് സ്വാഗതം. അഡോബി ഇല്ലസ്ട്രേറ്ററിൽ വളരെ ലളിതവും അനായാസവുമായി ചെയ്യാവുന്ന ചില പൊടിക്കൈകൾ, ചില കുഞ്ഞു ട്രിക്സുകളാണ് ഈ സീരീസിലൂടെ പറയുവാൻ ശ്രമിക്കുന്നത്. ആദ്യമായി നമുക്ക് മാസ്കിംഗ് ടെക്നിക് ഉപയോഗിച്ച് വളരെ വേഗത്തിൽ ഒരു കസ്റ്റം ഫോട്ടോ ഫ്രെയിം ഇഫക്റ്റ് എങ്ങനെ നിർമ്മിക്കാം എന്ന് നോക്കാം. ഇതിനായി നാം പുതുതായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡോക്യുമെന്റിലേക്ക് നമ്മുടെ ചിത്രത്തെ പ്ലേസ് ചെയ്യുക. ഇനി ഈ ചിത്രത്തിന് മുകളിൽ നമുക്ക് ഒരു ചെറിയ ബോക്സ് വേണം, വെളുത്ത നിറത്തിൽ. അതിനുവേണ്ടി ഫിൽ കളർ വൈറ്റ് ആക്കുക. സ്ട്രോക്ക് കളർ നന്നായിരിക്കണം. ഇനി റെക്റ്റാങ്കിൾ ടൂൾ ഷോർട്ട്കട്ട് M ആണ് തിരഞ്ഞെടുക്കുക. ഈ ഇമേജിനേക്കാൾ ചെറിയ ഒരു ബോക്സ് വരയ്ക്കാം. വൈറ്റ് ആയിരിക്കും ഈ ബോക്സിന്റെ കളർ. ഇനി നമ്മൾ ഈ ഇമേജും വൈറ്റ് ബോക്സും മൗസ് ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. ഇനി വിൻഡോയിൽ നിന്നും ട്രാൻസ്പെറൻസി തിരഞ്ഞെടുക്കുക. ഇവിടെ ഈ ട്രാൻസ്പെറൻസി പാലറ്റിന്റെ ഈ പുൾ ഔട്ട് മെനുവിൽ മേക്ക് ഒപ്പാസിറ്റി മാസ്ക് എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഒരു മാസ്ക് കിട്ടിയിരിക്കുകയാണ്. ഇവിടെ ഇമേജിന്റെ ഐക്കണും ഇവിടെ മാസ്കിന്റെ ഐക്കണും കാണാൻ കഴിയും. ഫോട്ടോഷോപ്പിൽ ലെയർ മാസ്ക് ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം, വെളുപ്പ് നിറത്തിലുള്ള മാസ്ക് അതിന്റെ പിന്നിലുള്ള കണ്ടന്റിനെ പൂർണ്ണമായും വെളിവാക്കും, റിവീൽ ചെയ്യും. ബ്ലാക്ക് മാസ്ക് കണ്ടന്റിനെ ഹൈഡ് ചെയ്യും. നമുക്ക് ഈ കണ്ടന്റ് പൂർണ്ണമായും കാണണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വെളുത്ത നിറത്തിലുള്ള ബോക്സ് ഉപയോഗിച്ച് ഒരു ഒപ്പാസിറ്റി മാസ്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്തതായി വിൻഡോയിൽ നിന്നും ബ്രഷ് ലൈബ്രറീസ് ആർട്ടിസ്റ്റിക് ചോക്ക് ചോർക്കോൾ പെൻസിൽ ഏതെങ്കിലും ഒരു ബ്രഷ് സെലക്ട് ചെയ്യാം. നമുക്ക് ഫോട്ടോയ്ക്ക് ചുറ്റും ഒരു രസകരമായ ഒരു ഫ്രെയിം വന്നിരിക്കുന്നതായി കാണാം. ഇനി ഓപ്ഷൻ ബാറിൽ നിന്നും ഞാൻ അതിന്റെ സ്ട്രോക്ക് ഒരല്പം കൂട്ടുകയാണ്. ഇനി നമുക്ക് ഈ ഫ്രെയിം ഒന്ന് മോഡിഫൈ ചെയ്യാം. അതിനായി വിൻഡോയിൽ നിന്നും അപ്പിയറൻസ് പാലറ്റ് ഓൺ ചെയ്യുക. അപ്പിയറൻസ് പാലറ്റിൽ ഈ ഇമേജിന്റെ പ്രോപ്പർട്ടീസ്, ഫിൽ, സ്ട്രോക്ക് മുതലായവ കാണാൻ കഴിയും. ഈ സ്ട്രോക്ക് നമ്മളൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. സ്ട്രോക്ക് ക്ലിക്ക് ചെയ്ത് താഴെ ന്യൂ ഐക്കണിലേക്ക് ഡ്രാഗ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സ്ട്രോക്കിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കിട്ടി. ഇനി നമ്മൾ മറ്റൊരു ബ്രഷ് അപ്ലൈ ചെയ്യുകയാണ്. ബ്രഷ് ലൈബ്രറീസ് ആർട്ടിസ്റ്റിക് ഇങ്ക്. ഇവിടെ നിന്നും ഡ്രൈ ഇങ്ക് 1 എന്നൊരു ബ്രഷ് സെലക്ട് ചെയ്യുന്നു. അതിന്റെ സ്ട്രോക്ക് അല്പം കുറയ്ക്കുന്നു. നമുക്ക് രസകരമായ ഒരു കസ്റ്റം ഫ്രെയിം ഇഫക്റ്റ് ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. ഇതിന്റെ ഒരു രസം മനസ്സിലാക്കേണ്ടത്, നമ്മളിനി ഈ മാസ്ക് ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളിതിനെ എങ്ങോട്ട് മാറ്റിയാലും നമുക്ക് ഈ ഇമേജിനെ അല്ല, മാസ്കിനെ എങ്ങോട്ട് വേണമെങ്കിലും നീക്കിക്കൊണ്ട് പോകാവുന്നതാണ്. നമ്മുടെ സൗകര്യം പോലെ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. രസകരമാണ്. നമുക്ക് ഇഷ്ടമുള്ള ബ്രഷുകൾ സെലക്ട് ചെയ്ത് നമുക്ക് വേണ്ട ഫ്രെയിമുകൾ സെലക്ട് ചെയ്യാം. ഇവിടെ ഈ ഇമേജ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒപ്പാസിറ്റി മാസ്ക് എഡിറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും. അത് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഫിൽ കളർ ബ്ലാക്ക് സെലക്ട് ചെയ്ത് മറ്റൊരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കുന്നു. ഇതിനെ ഓബ്ജക്റ്റിൽ അറേഞ്ച് സെൻഡ് ബാക്ക്. നമുക്ക് വളരെ രസകരമായ ഒരു ഫ്രെയിം കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഫ്രെയിമിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ മറ്റനേകം ഫ്രെയിം ഓപ്ഷനുകൾ, ബോർഡർ ഓപ്ഷനുകൾ ഇല്ലസ്ട്രേറ്ററിലുണ്ട്. നമ്മൾ വിൻഡോയിൽ അപ്പിയറൻസ് മാസ്ക് സെലക്ട് ചെയ്യുക. നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ആ മാസ്കിനെ ഹൈഡ് ചെയ്യുന്നു. ആദ്യം കൊടുത്ത സ്ട്രോക്ക് സെലക്ട് ചെയ്തിട്ട് വിൻഡോയിൽ നിന്നും
ബ്രഷ് ലൈബ്രറി, ബോർഡേഴ്സ്, ഡെക്കറേറ്റീവ്. സ്റ്റോപ്പ് ചെയ്തിട്ട് ബ്ലാക്ക് ഡിലീറ്റ് ചെയ്യുക. മാസ്ക് ഐക്കൺ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ബോർഡർ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്.